നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോ നാളെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. എഫ്ഐആർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ നടൻ നിയമോപദേശം തേടി. ADGP അജിത് കുമാറിന് വിശിഷ്ട സേവനത്തിന് ശുപാർശ. സർക്കാരിന് ശുപാർശ നൽകി DGP. ശുപാർശ ചെയ്യുന്നത് ഇത് 4ാം തവണ. നടപടി വിജിലൻസ് കേസിൽ കുറ്റവിമുക്തനായതോടെ. ഈസ്റ്റർ ആഘോഷിച്ച് വിശ്വാസി ലോകം. ആശാസമരത്തിന് പരിഹാരം കാണണമെന്ന ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഈസ്റ്റർ സന്ദേശവുമായി BJP നേതാക്കൾ അരമനകളിൽ. ക്രിസ്തു കാട്ടിത്തന്ന വെളിച്ചത്തിന്റെ വിത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന മാർപ്പാപ്പ. ജമ്മുകാശ്മീരിൽ മേഘവിസ്ഫോടനം. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു. 3 മരണം, 100ഓളം പേർ കുടുങ്ങി. രക്ഷാപ്രവർത്തനം തുടരുന്നു. സുപ്രീം കോടതിയെയും ജഡ്ജിമാരെയും വിമർശിച്ച BJP MPമാർക്കെതിരെ പ്രതിഷേധം ശക്തം. കോടതി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് KC വേണുഗോപാൽ. നിഷികാന്ത് ദുബെയെ തള്ളി BJP. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഒരു തർക്കവുമില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ഷൗക്കത്ത്. സ്ഥാനാർത്ഥിയെ തിരക്കിട്ട് തീരുമാനിക്കേണ്ടെന്ന് CPM. കോൺഗ്രസിലെ തർക്കം പരമാവധി മുതലെടുക്കാൻ നീക്കം. IPLൽ പഞ്ചാബിനെതിരെ ബാംഗ്ലൂരിന് 159 റൺസ് വിജയലക്ഷ്യം. 2ാം മത്സരത്തിൽ ചെന്നൈക്ക് എതിരാളികൾ മുംബൈ. മത്സരം 7:30 മുതൽ വാങ്കിടയിൽ. വിശദമായി നോക്കാം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന നടൻ ഷൈൻ ടോം ചാക്കോ. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും നടൻ പോലീസിന് മൊഴി നൽകി. രാസപരിശോധനാ ഫലം പോസിറ്റീവ് ആയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. ഷൈൻ നാളെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നുമാണ് ഷൈന്റെ മൊഴി. തനിക്ക് ലഹരി നൽകുന്നത് സിനിമാ അസിസ്റ്റൻസ് ആണെന്നും അതിനവർക്ക് പണം നൽകുമെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമാക്കിയതോടെ കഴിഞ്ഞ 1 മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഷൈൻ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഷൈന്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഗൂഗിൾ പേ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു. ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. ഷൈന്റെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്തിയേക്കും. ഷൈനോട് കോലഞ്ചേരിയിലുള്ള അഡിക്ഷൻ സെന്ററിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും താൽപര്യം പ്രകടിപ്പിച്ചില്ല. പിതാവുമായി ആലോചിച്ച ശേഷം പറയാമെന്നും മറുപടി നൽകി. ലഹരി ഇടപാടുകാരനും പ്രതിയുമായ സജീറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഷൈനിലേക്ക് എത്തിയത്. ഷൈൻ സജീറിന് പണം കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സജീറിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. അതേസമയം തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും തന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഷൈൻ ആരോപിച്ചു. ന്യൂസ് 18 കൊച്ചി. ലഹരി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കും. FIR റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു. ദുർബലമായ FIR ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈനിന് ലഭിച്ച നിയമോപദേശം. ശരീരസ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷം അനുകൂലമെങ്കിൽ FIR റദ്ദാക്കാൻ നിയമ നടപടികൾ തുടങ്ങിയേക്കും. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി MB രാജേഷ്. വിൻസി അലോഷ്യസുമായി സംസാരിച്ചു. അവർക്ക് എല്ലാ പിന്തുണയും നൽകും. സിനിമയിൽ അവർ മാറ്റി നിർത്തപ്പെടില്ലെന്ന് സഹപ്രവർത്തകർ ഉറപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം.
അത് സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല. സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നുള്ള പരിഗണനയും ഉണ്ടാകും. ഇതിനൊരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം. MC അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഉറച്ച നിലപാടിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ്. അവർ ഇത്തരം അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും അറിയിച്ചു. മലയാള സിനിമയിൽ ആർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നവർ അസത്യം പറയുകയാണെന്ന് പ്രശസ്ത നടി ഉർവശി. സത്യം തുറന്നു പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. കൺസെന്റോടുകൂടി നടക്കുന്ന കാര്യങ്ങളും ബലപ്രയോഗവും രണ്ടാണ്. അത് മനസ്സിലാകാത്തപ്പോഴാണ് പരാതികൾ ഉയരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താരസംഘടനയടക്കം ശക്തമായ നിലപാടെടുക്കണമെന്ന അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉർവശി പറഞ്ഞു. ന്യൂസ് 18 Q18 ഉർവശിയുടെ പ്രതികരണം. ഞാൻ ബേബി ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂടുതലും ഇവിടെയാണ്, പുറത്തല്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയേ ഉള്ളൂ. അത് ഒരു ചോദ്യം ചോദിക്കും, എന്നോട് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല, ഇവിടെ ഒന്നും ആരും അങ്ങനെ പെരുമാറാറില്ല എന്ന് പറയുന്നതൊരു മോശം ഉത്തരമാണ്, അസത്യവുമാണ്. സിനിമയിലുള്ളവരെക്കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ മലനിറന്ന് തുപ്പുന്ന പോലെ ആവുള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് സിനിമാക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് അർത്ഥം വരും. ഞങ്ങൾക്കും ഇല്ലേ പ്രണയങ്ങൾ, വിചാരവികാരങ്ങൾ ഞങ്ങൾക്കും ഇല്ലേ? അത് എവിടെ ബലം പ്രയോഗിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേ എവിടെയും പരാതിയാവുന്നുള്ളൂ. ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്ത് പറഞ്ഞു സർക്കാരല്ല താരസംഘടനയാണ് നടപടിയൊക്കെ എടുക്കേണ്ടത്, ഇങ്ങനെ എന്താ പറയുക സ്റ്റാർ നൈറ്റ് മാത്രം നടത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ളവർ മുഴുവൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവരൊരു പരിഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നോട് നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പരിഭവം തോന്നിയാലും അവർക്കുള്ള ഉത്തരം ഇതാണ്. എന്നെയാണ് ഉർവശി ഉദ്ദേശിച്ചത് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരും എന്നോട് ഒരാൾക്കാരും പെരുമാറിയിട്ടില്ല. പെരുമാറാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ചിടപഴകി നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന താല്പര്യങ്ങളെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്കും താല്പര്യമുള്ളെങ്കിൽ ആർക്കും പരാതിയില്ല. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തിത്വത്തോടു കൂടി ഉള്ള സംസാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും. ഒരു ഉത്തരവാദിത്തമായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കും. അല്ലാതെ ഈ പഴപഴ കൊടപഴ എന്നുള്ള സമ്പ്രദായം പറയാതിരിക്കുക. ഒരു നിലപാട് തീർച്ചയായിട്ടും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണത്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ല. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് ശക്തമായിട്ട് എടുക്കും എന്ന് പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 9 മണിക്ക്. മറ്റു വാർത്തകളിലേക്ക്. ADGP MR അജിത് കുമാറിന് വീണ്ടും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതി മെഡലിന് ശുപാർശ നൽകി DGP. 6ാം തവണയാണ് അജിത് കുമാറിന് വിശിഷ്ട സേവനത്തിനുള്ള ശുപാർശ നൽകുന്നത്. മുമ്പ് 5 തവണയും മെഡലിനായി നൽകിയ ശുപാർശ കത്ത് കേന്ദ്രം തള്ളുകയായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അജിത് കുമാറിനെതിരായ സാഹചര്യത്തിലായിരുന്നു ശുപാർശ തള്ളിയത്. സംസ്ഥാന പോലീസ് മേധാവിയാകാൻ കേന്ദ്രത്തിന് കൈമാറിയ 6 പേരുടെ പട്ടികയിൽ MR അജിത് കുമാറും ഉൾപ്പെട്ടിട്ടുണ്ട്. പട്ടികയ്ക്ക് പിന്നാലെയാണ് അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡലിനായി DGP ശുപാർശ ചെയ്തത്. ശുപാർശ നൽകുന്നതിന് മുന്നോടിയായി അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണം വേഗത്തിലാക്കി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇതേ കേസ് സംബന്ധിച്ച് കോടതിയിൽ വിജിലൻസ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുമില്ല. അതായത് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചാലും അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള ചെറിയ ഒരു സാധ്യത പോലും പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഇടതു സർക്കാരിനൊപ്പം നിന്ന ടോമിൻ ജെ തച്ചങ്കരിക്കും സംസ്ഥാന പോലീസ് മേധാവിയാകാൻ കഴിഞ്ഞിരുന്നില്ല. അന്നും വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതാണ് തച്ചങ്കരിയുടെ സാധ്യത ഇല്ലാതാക്കിയത്. ഒപ്പം നിർത്തുകയും പിന്നീട് തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുവെന്ന സംശയമാണ് ബലപ്പെടുന്നത്. അജിത് കുമാർ DGP റാങ്കിലേക്ക് 2 മാസത്തിനുള്ളിൽ എത്തിയേക്കും. സംസ്ഥാന പോലീസ് മേധാവിയാകാൻ സീനിയോറിറ്റി പ്രകാരം സാധ്യതയുള്ളത് യഥാക്രമം നിതിൻ അഗർവാൾ, രവട ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ്. സുരേഷ് രാജ് പുരോഹിത്, മനോജ് എബ്രഹാം എന്നിവരും സംസ്ഥാനം അയച്ച പട്ടികയിലുണ്ട്. സെൻകുമാറിന് ശേഷം മലയാളികളാരും പോലീസ് മേധാവിയായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഈസ്റ്റർ ആഘോഷത്തിൽ ക്രൈസ്തവ ലോകം.
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുദേവന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷമാക്കുകയാണ്. പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നൽകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഉയിർപ്പ് ശുശ്രൂഷകൾ നടന്നു. 50 ദിവസം നോമ്പാചരിച്ചതിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ പ്രത്യാശയുടെ തിരുനാളായ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഓശാന ഞായറിൽ തുടങ്ങിയ പീഠാനുഭവാരത്തിന് ശേഷം പ്രാർത്ഥനയോടെ വിശ്വാസികൾ തിന്മയുടെ ഇരുട്ട് പിന്നിട്ട് നന്മയുടെ വെളിച്ചത്തിലേക്ക്. ഇന്നലെ വൈകിട്ട് മുതൽ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനയും ആഘോഷങ്ങളും തുടങ്ങി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രേമം അഥവാ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ്. ജനസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ സ്നേഹാഗ്നിയെ എടുക്കാനാവില്ല. തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ഉയിർത്തെഴുന്നേൽപ്പ് തിരുകർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന പ്രദക്ഷിണത്തിന് മലങ്കര സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിച്ച് പ്രത്യാശ പകരണമെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവര് 2 മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു. ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം 230 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെന്റിന്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയും ഈസ്റ്റർ സന്ദേശം നൽകി. ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും നിരാശയ്ക്കപ്പുറമായിട്ടുള്ള, നിരാശയുടെ രാത്രി എത്ര വൈകിയാലും ആവർത്തിച്ച് പറയട്ടെ, പ്രത്യാശയുടെ പുലരി നിങ്ങൾക്ക് എല്ലാവർക്കുമായി കാത്തിരിപ്പുണ്ട് എന്നുള്ളതായ പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാ ആശംസകളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവന തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് BJP. വഖഫ് ബിൽ നടപ്പിലാകുമ്പോൾ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഇതിനിടെ മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിനായി ഇടപെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കർദിനാൾ ജോർജ് ആലഞ്ചേരി അഭിനന്ദിച്ചു. ഇക്കുറി ക്രൈസ്തവ ഭവനങ്ങൾക്ക് പകരം ദേവാലയങ്ങൾ തോറുമായിരുന്നു BJP നേതാക്കളുടെ ഈസ്റ്റർ ദിന സന്ദർശനം. കിരൺ റിജിജുവിനെ തെറ്റിദ്ധരിച്ചെന്നാണ് സംസ്ഥാന BJP അധ്യക്ഷന്റെ വാദം. വഖഫ് ബില്ല് നടപ്പിലാവുമ്പോൾ മുനമ്പത്ത് പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുന്നു. മിനിസ്റ്റർ അവിടെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു, മനസ്സിലാക്കി, എനിക്കതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നല്ല കഴിവുണ്ട്. ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പം ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എനിക്ക് തന്ന ഉറപ്പും എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതിന്ന് മനസ്സിലായത് ഇതാണ്. ഇതേ പ്രതീക്ഷയാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും പങ്കുവച്ചത്. വഖഫ് ബില്ല് മുനമ്പത്ത് ഗുണപ്പെടും. മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കാനായി ഇടപെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അഭിനന്ദനം. മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിനെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിയമത്തിന്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള BJPയുടെ ഈസ്റ്റർ ദിന നയതന്ത്രം ഇക്കുറിയും മുടങ്ങിയില്ല. ക്രൈസ്തവ ഭവനങ്ങൾക്ക് പകരം ദേവാലയങ്ങളിലാണ് BJP നേതാക്കൾ എത്തിയത്. തിരുവനന്തപുരം ലൂർദ് പള്ളിയിലെത്തി കർദിനാൾ ആലഞ്ചേരിയുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. സുരേഷ് ഗോപി തൃശൂർ ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലെത്തി. ജില്ലകൾ തോറും വിവിധ നേതാക്കൾ സന്ദർശനം നടത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഈസ്റ്റർ ജാഗരണ ദിവ്യബലിയിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മെഴുകുതിരി വെളിച്ചം ജ്വലിച്ചു. അനാരോഗ്യം കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം ബസലിക്കയിൽ വായിച്ചു. ക്രിസ്തു കാട്ടിത്തന്ന വെളിച്ചത്തിന്റെ വിത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു.
ഈസ്റ്റർ ദിനത്തിൽ ചർച്ചയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ ആശംസാ വീഡിയോ. സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശുവിനെ ക്രൂശിച്ചതും കല്ലെറിഞ്ഞതും കൂടെ നടന്നവർ തന്നെയാണെന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉയർത്തിയതിനാണ് യേശുവിനെ ക്രൂശിച്ചത്. നിലപാടുകൾക്ക് മുൾക്കിരീടമണിഞ്ഞ് കുരിശുമരണം വിധിച്ചാലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്നും ദിവ്യ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നിരപരാധിയാണെന്നും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നുമാണ് ദിവ്യ വീഡിയോയിലൂടെ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. ഇടവേള. ഈ വരുന്ന ഏപ്രിൽ 30 അക്ഷയ തൃതീയ ദിനത്തെ വരവേൽക്കാൻ വാർത്തകളിലേക്ക്. ജമ്മു കശ്മീരിൽ മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം. ഒരാളെ കാണാനില്ല. 100 പേരെ രക്ഷപ്പെടുത്തി. കനത്ത മണ്ണിടിച്ചിലിൽ റംബാൻ ജില്ലയിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ജമ്മു കാശ്മീരിൽ പെയ്തത് അതിശക്തമായ മഴ. റംബാൻ ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വ്യാപക മണ്ണിടിച്ചിലുണ്ടായി. ബാഗന ഗ്രാമത്തിൽ വീട് തകർന്നാണ് 3 മരണം. ഇവിടെ കുടുങ്ങിയ സഞ്ചാരികൾ ഉൾപ്പെടെ 100ഓളം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ജമേദിയിലെ അർനാസിൽ 2 പേർ മിന്നലേറ്റ് മരിച്ചു. 10 വീടുകൾ പൂർണ്ണമായി തകർന്നു. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിലായി. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പലയിടത്തും കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 44 വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും കേന്ദ്ര സർക്കാർ സഹായിക്കണമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. ന്യൂസ് 18 കശ്മീർ. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരായ BJP എംപിമാരുടെ പരാമർശത്തിൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. BJP അംഗം നിഷികാന്ത് ദുബെ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്പീക്കറും കോടതിയും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പരാമർശം വിവാദമായതോടെ എംപിമാരെ BJP തള്ളിപ്പറഞ്ഞു. വഖഫ് നിയമത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിക്കെതിരെ ജാർഖണ്ഡിൽ നിന്നുള്ള BJP MP നിഷികാന്ത് ദുബെ പരാമർശം നടത്തിയത്. കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാമെന്ന് ആദ്യം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ച ദുബെ പിന്നീട് വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചപ്പോൾ പരാമർശം കടുപ്പിച്ചു. കോടതി അധികാര പരിധി ലംഘിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നിരിക്കെ രാഷ്ട്രപതിക്ക് പോലും നിർദ്ദേശം നൽകുകയാണ് കോടതി. ഭരണഘടനയുടെ 368 അനുച്ഛേദമനുസരിച്ച് നിയമനിർമ്മാണം പാർലമെന്റിന് ചുമതലയാണ്. നിയമം വ്യാഖ്യാനിക്കലാണ് കോടതിയുടെ ജോലി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് പ്രേരണ നൽകുകയാണെന്ന പരാമർശവും ദുബെ നടത്തി. पार्लियामेंट को सभी कानून बनाने का अधिकार है. कानून की व्याख्या करने का अधिकार सुप्रीम कोर्ट का है. वो कह रहा है कि 3 महीने में जो है राष्ट्रपति बता दें कि क्या करना है, 3 महीने में गवर्नर बता दें कि क्या करना है. ദുബൈക്ക് പുറമെ UPയിൽ നിന്നുള്ള രാജ്യസഭാംഗം ദിനേശ് ശർമ്മയും കോടതിക്കെതിരെ രംഗത്ത് വന്നു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലും പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തതോടെ എംപിമാരെ BJP തള്ളിപ്പറഞ്ഞു. ഇത്തരം പ്രസ്താവനകളോട് ഒരു തരത്തിലും യോജിപ്പില്ല. കോടതിയോട് എന്നും ബഹുമാനമാണെന്നും പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡ വ്യക്തമാക്കി. ജുഡീഷ്യറിക്കെതിരായ BJP അംഗങ്ങളുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പരാമർശം കോടതിയലക്ഷ്യവും ഭരണഘടനാ വിരുദ്ധവുമാണ്. സ്പീക്കറും കോടതിയും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചില തീരുമാനങ്ങൾ വന്നാൽ ആ കോടതി വിധികളെല്ലാം മഹത്തരമെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങൾ വന്നാൽ അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ ഭീഷണിപ്പെടുത്തി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിൽ നേരത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും രംഗത്ത് വന്നിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഒരു തർക്കവുമില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത്. താൻ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയാണ്.
ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു തർക്കവും ഈ കാര്യത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാതോർത്തിരിക്കുക. എനിക്കും എൻ്റെ ജീവിതത്തിലും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്കും എൻ്റെ മൃതശരീരത്തിലും കോൺഗ്രസിൻ്റെ ഒരു പതാക പിടിച്ചു ഉറങ്ങണം എന്നതാണ്. അതാണ് എൻ്റെയും ആഗ്രഹം. ആ പറഞ്ഞതിനകത്ത് എല്ലാം നിങ്ങൾക്ക് വായിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഐക്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിലമ്പൂര്. അതിന് സംശയം എന്താ ഉള്ളത്? പിന്തുണയുടെ കാര്യം, പിന്തുണ ഇല്ലാത്ത കാര്യമൊക്കെ അതൊക്കെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതായത് PV അൻവറിനോട് ചർച്ച ചെയ്യുന്നത് ഞാനല്ല, PV അൻവറിനോട് ചർച്ച ചെയ്യുന്നത് എൻ്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വം അത് ചർച്ച ചെയ്ത് നേതൃത്വം യുക്തമായ ഒരു തീരുമാനം എടുക്കുക. നേതൃത്വത്തിന് ഒരു കാര്യം ഒരു തീരുമാനമെടുക്കണമെങ്കിൽ പല കാര്യങ്ങളും നോക്കേണ്ടി വരും. അത് നോക്കി നേതൃത്വം തീരുമാനിക്കും. അതിലത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ഒറ്റക്കെട്ടായ പ്രവർത്തനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തിരക്കിട്ട് തീരുമാനിക്കേണ്ട എന്ന നിലപാടിലാണ് CPM. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കമുണ്ട്. അത് പരമാവധി മുതലെടുക്കാവുന്ന തന്ത്രങ്ങൾ ഒരുക്കാനാണ് നേതൃത്വത്തിലെ ധാരണ. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF-ൽ സമവായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, തർക്കവും രൂക്ഷമാണ്. സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ആര്യാടൻ ഷൗക്കത്തും V ജോയും തമ്മിലുള്ള മത്സരം പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. അൻവറിന്റെ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും CPM വിലയിരുത്തുന്നു. അതുകൊണ്ട് കാത്തിരിക്കാനാണ് CPM തീരുമാനം. അവര് പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് UDF ആരെ കാത്തിരിക്കുകയാണ്? പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിനെന്തോ സംശയം? പാർട്ടി ചിഹ്നത്തിൽ മാത്രമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാധ്യതകളും CPM പരിശോധിക്കുന്നുണ്ട്. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPM കടക്കും. അതിനു മുമ്പ് തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. പാർട്ടി തലത്തിൽ CPM-ഉം CPI-യും മണ്ഡലം കൺവെൻഷനുകളുടെ തീയതിയും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സതീഷ്, CPM എറണാകുളം ജില്ലാ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സതീഷ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനാണ്. 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ KS അരുൺകുമാറും ഷാജി മുഹമ്മദുമാണ് പുതുമുഖങ്ങൾ. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി നൽകിയതെന്ന് സതീഷ് പ്രതികരിച്ചു. തലമുറ മാറ്റത്തിന്റെ പ്രത്യേകതയൊന്നുമില്ല. പാർട്ടിയിൽ എല്ലാ തലമുറയിലും പെട്ട ആളുകളുള്ളതാണ്. പാർട്ടിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഐക്യം, ആ ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനകീയ ബന്ധത്തെ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് പാർട്ടി സമ്മേളനം രൂപകൽപ്പന ചെയ്തിരുന്നത്. അത് പ്രായോഗിക തലത്തിൽ വികസിപ്പിക്കാൻ ചെറുപ്പത്തിന്റെ പ്രസരിപ്പും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരമാവധി പരിശ്രമിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. വലതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ തുറന്നു കാണിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിർത്താനുള്ള പ്രവർത്തനം തുടർച്ചയായി ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളിലേക്ക് പ്രമുഖ വ്യക്തികൾക്കും ക്ഷണമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധൂർത്തെന്നാരോപിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. നാളെ കാസർഗോഡ് കാലിക്കടവിൽ നിന്നാണ് തുടക്കം. വാർഷികാഘോഷങ്ങൾക്കൊപ്പം പ്രദർശന വിപണനമേളയും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടകൻ. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ ജില്ലകളിലും സമാന രീതിയിൽ പരിപാടികളുണ്ടാകും. പുറമെ മേഖലാവലോകന യോഗങ്ങളും നടക്കും. നവകേരള സദസ്സിന് സമാനമായി ജില്ലകൾ തോറുമെത്തി പ്രമുഖ വ്യക്തികളെ കാണാനും സർക്കാരിന്റെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് ശ്രമം. ഫലത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നണിയുടെ രാഷ്ട്രീയ നീക്കമായി കൂടി ഇത് മാറുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ധൂർത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിക്കും. മെയ് 30 വരെയാണ് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും പരിപാടിക്കിടെ വിലയിരുത്തപ്പെടും. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ച് യുവാവ് വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഇന്നലെ രാത്രി ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ സോമന്റെയും വനജയുടെയും മകൻ മനോജാണ് മരിച്ചത്. വീടിന് തീയിട്ടത് മരിച്ച മനോജാണോ അതോ മനോജിന്റെ അമ്മ വനജയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇന്നലെ രാത്രി 8:30-ക്കാണ് ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ വനജയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. ആ സമയം നാട്ടുകാരെത്തി വീട്ടിൽ നിന്ന് വനജയെയും സോമനെയും രക്ഷപ്പെടുത്തിയിരുന്നു. തീ പടർന്നപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലെന്നാണ് വനജ ആദ്യം നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴാണ് മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച മനോജിന്റെ മുറിയിൽ നിന്നാണ് ആദ്യം തീ കണ്ടതെന്ന് വനജ പിന്നീട് മൊഴി നൽകി. വനജ ഈ സമയം മദ്യലഹരിയിൽ ആയിരുന്നുവെന്നും
കുടുംബകലഹം പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എന്നും ഉണ്ട് വെള്ളമടിയാ. അവര് ശബരിമല പോയി കച്ചവടത്തിന് പോയിച്ച് വന്നു കഴിഞ്ഞ് കൊണ്ടുവരുക, തന്തയും മക്കളും എല്ലാം കൂടെ അടിച്ചും വെച്ച് പിന്നെ തെറി പറച്ചിലും എല്ലാം. ശബരിമല ജോലിക്ക് പോകുന്ന അച്ഛനായിരുന്നു ആദ്യം പോകുന്നത്, ഇപ്പം മോനായി പോകുന്നു. സ്ഥിരം ഇവര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ അയൽവക്കക്കാരെ നോക്കുന്നു. 8 വർഷം മുമ്പാണ് വീട്ടിൽ വനജയും ഭർത്താവ് സോമനും മകൻ മനോജും താമസമാക്കിയത്. വനജയുടെ സഹോദരൻ പ്രസാദിന്റേതാണ് കത്തിയ വീട്. 25 വർഷം മുമ്പ് പ്രസാദിന്റെ ഭാര്യ രമ ഈ വീട്ടിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം കിണറ്റിൽ ചാടി മരിച്ചിരുന്നു. ഭാര്യയുടെ മരണത്തോടെ വീട് വിട്ടുപോയ പ്രസാദ് 5 വർഷം മുമ്പ് തൂങ്ങി മരിക്കുകയും ചെയ്തു. ശബരിമലയിൽ ഹോട്ടൽ ജോലിക്കാരനായ മനോജ് കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മനോജിന്റെ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 പത്തനംതിട്ട. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രതി ചേർക്കില്ല. കേസിൽ മുതിർന്നവർ ഉൾപ്പെട്ടതായി തെളിവുകളില്ലെന്ന് പോലീസ് അറിയിച്ചു. അതിനിടെ കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ സ്ഥലത്ത് മുതിർന്നവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം. നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ നൽകിയത് കുറ്റാരോപിതനായ കുട്ടിയുടെ പിതാവാണെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ മുതിർന്നവരുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. മെയ് 2-ാം വാരം കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഈ പരിഗണന ലഭിക്കാതിരിക്കുന്നതിനാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കം നടക്കുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ജില്ലാ കോടതിയും തള്ളിയിരുന്നു. സംഘർഷത്തിൽ ഉൾപ്പെട്ട കുട്ടികൾ, ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവരുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കേസിൽ നിർണായകമാണ്. കൊലപാതകത്തിന് മുമ്പും പിമ്പും കുറ്റാരോപിതരായ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയ കൊലവിളിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളുടെ ആധികാരികത, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ഇൻസ്റ്റഗ്രാമിന്റെ മാതൃസ്ഥാപനമായ മെറ്റയിൽ നിന്നും ഇനി ലഭിച്ചിട്ടില്ല. ഇവ കൂടി ലഭിച്ചാൽ ഡിജിറ്റൽ തെളിവ് ശേഖരണം പൂർത്തിയാക്കാനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വൈകാതെ ഇവ ലഭ്യമാകുമെന്നാണ് കണക്കൂട്ടൽ. ഫെബ്രുവരി 27-നാണ് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിനടുത്ത് നടന്ന സംഘർഷത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. മാർച്ച് 1-ന് ഷഹബാസ് മരിച്ചു. കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. ഭവ്യ പാർവതി ചേരും. നമസ്കാരം.